ഹായ്, നമസ്കാരം. ആയുർ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ അബൂബക്കർ കുന്നുമ്മൽ, വണ്ടൂർ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് ഞരമ്പ് സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. പലരും നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്രാവശ്യം പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടുഭാഷയിൽ ചന്നി എന്ന് വിളിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആയുർവേദത്തിലെ സന്നിവാതം എന്ന രോഗത്തിൽ നിന്നാണ് സന്നി എന്ന അസുഖം ഉണ്ടായിട്ടുള്ളത്, സന്നി എന്ന പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാ അസുഖത്തിൻ്റെ കൂട്ടത്തിലും സന്നിവാതം എന്നൊരു അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വാതരോഗമായാലും അല്ലാതെ മറ്റ് രോഗങ്ങളുടെ കൂട്ടത്തിലൊക്കെ അത് പറയുന്നുണ്ട്. വിശേഷിച്ചും പനിയുടെ കൂട്ടത്തിലൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, വിശദമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പനിയുടെ നിദാനം പറയുന്ന കൂട്ടത്തിൽ ചിത്തഭ്രമം എന്ന പേരിൽ ഒരു സന്നിവാത ജ്വരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുംസാം ജായതേ കായപീഡ ഭ്രമ മത പരിതാപം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അതായത് പനി കൂടിക്കഴിഞ്ഞാൽ ശരീരവേദന, തലകറക്കം, ബുദ്ധിഭ്രമം, ഇതുപോലെ പല ലക്ഷണങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നാട്ടുഭാഷയിൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകൾക്ക് ചന്നി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും സാഹചര്യവുമായിട്ടോ പരിസര അതുമായിട്ട് യോജിക്കാത്ത എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, ഓന് ചന്നിയാണ്, അവനോടധികം സംസാരിക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സന്നിവാതം എന്ന അസുഖത്തിൽ നിന്നാണ് ചന്നി എന്ന വാക്കുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ ഇതിന് സമാനമായ പദങ്ങൾ ഒന്നുകിൽ ഡെലിറിയം, ഡിമെൻഷ്യ എന്നൊക്കെയാണ്. ഇപ്പോൾ ഡിമെൻഷ്യയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഡിമെൻഷ്യ എന്ന പ്രശ്നം നമുക്കറിയാം, അത് താൽക്കാലികമായിട്ട് വരാറുണ്ട്, അതുപോലെ സ്ഥിരമായിട്ടും വരാറുണ്ട്. താൽക്കാലികമായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖം കൂടുമ്പോഴോ, അല്ലെങ്കിൽ രക്തക്കുറവ് സംഭവിക്കുമ്പോഴോ, അതല്ലെങ്കിൽ രക്തത്തിൽ എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവ് സംഭവിക്കുമ്പോഴോ, സോഡിയം കുറഞ്ഞാൽ വരാം, പൊട്ടാസ്യം കുറഞ്ഞാൽ വരാം, വിറ്റമിൻ ബി കുറഞ്ഞാൽ വരാം, വിറ്റമിൻ ഡി കുറഞ്ഞാൽ വരാം. ഇതുപോലെ നമ്മൾ മറ്റ് പല ധാതുക്കളൊക്കെ കുറഞ്ഞാലൊക്കെ വരും. തൈറോയ്ഡ്, ഷുഗർ, കൊളസ്ട്രോൾ, ഇതുകൊണ്ടൊക്കെ ഇത് വരാറുണ്ട്. ഇനി സ്ഥിരമായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് ചുരുങ്ങുക എന്നൊരു പ്രശ്നമുണ്ട്, അൽഷിമേഴ്സ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതിൽ നിന്ന് വരാറുണ്ട്. ഇപ്പോൾ തലച്ചോറ് ചുരുങ്ങുക, നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്തുള്ള ഫ്രണ്ടൽ ലോബിനാണ് ചുരുക്കം വരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ അടുത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. പണ്ട് കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പലരും വിചാരിക്കും ഇതെന്തോ തട്ടിപ്പാണ്, കാരണം പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയിലുണ്ട്, പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മയിലില്ല എന്ന് പറയുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, ഈ അസുഖത്തിൻ്റെ തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയാണ് ഡിമെൻഷ്യ എന്നുള്ള ഈ അസുഖം തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ കണക്കനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 60 വയസ്സ് തികഞ്ഞ ആളുകളുടെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ 1000-ൽ ഒരാൾക്കെങ്കിലും ഈ അസുഖം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതൊരു 85 വയസ്സാകുമ്പോഴേക്കും 3/1 ഒക്കെ ആളുകൾക്ക് ബാധിക്കും. അതായത് 100 ആളെടുത്ത് കഴിഞ്ഞാൽ 30-40 പേർക്ക് ഈ ഡിമെൻഷ്യ എന്നുള്ള പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ വെറുതെ ബുദ്ധി കുറഞ്ഞുകൊണ്ടാലും ഓർമ്മ കുറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ ഡിമെൻഷ്യ എന്ന് ആരും വിളിക്കാറില്ല. നമ്മുടെ തൊഴിലിനോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിനൊക്കെ പ്രശ്നം ആകുന്ന തരത്തിൽ നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബുദ്ധി, ഓർമ്മ, നമ്മുടെ വികാരങ്ങൾ, അതായത് സന്തോഷം, സങ്കടം പോലുള്ള വികാരങ്ങളൊക്കെ, അതേപോലെ ഭാഷ, വ്യക്തിത്വം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് തലച്ചോറുമായി ബന്ധപ്പെട്ട. ഇതിൽ 3 എണ്ണത്തിനെങ്കിലും കുറവ് വരുന്നതിനെയാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഡിമെൻഷ്യ എന്ന അസുഖം ഇങ്ങനെ തലച്ചോറിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഇത് വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം കുറയുക എന്നുള്ളതാണ്. ഉറക്കം കുറയുമ്പോൾ നമുക്കറിയാം, ഈ തലച്ചോറ് ചുരുങ്ങുമ്പോൾ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക തലച്ചോറിൽ നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ചില പാർട്ടുകളുണ്ട്, ചില ഹോർമോണുകളുമുണ്ട്, പ്രത്യേകിച്ചും സിറോട്ടോണിൻ ഹോർമോണൊക്കെ. അപ്പോൾ നമുക്കറിയാം, ഈ അസുഖം തുടങ്ങുമ്പോൾ ശരീരത്തിൽ സ്ട്രക്ചറലായ മാറ്റം സംഭവിക്കുന്നുണ്ട്, രാസപരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ചില ഹോർമോണുകളൊക്കെ കുറവ് വരും. പ്രത്യേകിച്ചും ഈ ഹോർമോണിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ തലച്ചോറിൻ്റെ ഈ ഭാഗം പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സൂര്യപ്രകാശത്തിന് ഇതിനെ സഹായിക്കാനുള്ളൊരു കഴിവുണ്ട്. പകലല്പം സൂര്യപ്രകാശം കൊള്ളണം, രാത്രി നമ്മൾ കഴിയുന്നിടത്തോളം ലൈറ്റൊക്കെ ഓഫാക്കി കിടക്കുകയും വേണം. അങ്ങനെയാൽ മാത്രമേ നമുക്ക് ഉറക്കം വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഉറക്കം കുറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമ്മളത് ചെയ്യണം.
പ്രത്യേകിച്ച് നമുക്ക് ഈ പാലിയേറ്റീവിലൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, കിടപ്പ് രോഗികളൊക്കെ ആകുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉടനെ അവർ പറയും എനിക്ക് തീരെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയും. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് കുറച്ചൊക്കെ പുറത്ത് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെസ്റ്റേൺസ് കുറച്ച് നേരമെങ്കിലും മുറ്റത്തൊക്കെ കൊടുന്ന് കിടത്തി ഇരുത്തിയൊക്കെ ചെയ്യണം. എന്നാൽ കുറച്ചുകൂടി ഉറക്കം കൂടുതൽ കിട്ടും. രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി പോലെ ഓർമ്മയൊക്കെ കുറയാന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബുദ്ധി ഓർമ്മയൊക്കെ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേയും കൂടി ചിലതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ നമ്മളെ പേഴ്സ് ഫോണൊക്കെ മറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലായാലും പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ വെക്കണം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഓർമ്മശക്തി കൂടുതൽ കിട്ടും. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മുടെ തലച്ചോറും ഞരമ്പുകളും തമ്മിലുള്ള ബന്ധം കുറയുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സംഭവിക്കാറുള്ളത് വിശപ്പ് നമ്മൾ അറിയാതിരിക്കുക, അതുപോലെ തൊട്ടാലോ ശരീരത്തിൽ വേദന അറിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ശരീരം പൊള്ളിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞില്ല എന്നൊക്കെ വരും. പിന്നീട് നമ്മൾ കുറച്ചും കൂടി അടുത്ത സ്റ്റേജാണ് നമുക്ക് ദേഷ്യമൊക്കെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേജിലൊക്കെ നമ്മൾ കൂടെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇപ്പോഴും നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ അസുഖത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഈ ആയുർവേദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 40 വയസ്സ് കഴിഞ്ഞാൽ ഓർമ്മയും ബുദ്ധിയൊക്കെ കുറയുന്നതാണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെ 40 വയസ്സ് കഴിഞ്ഞവർക്കുള്ള റെജനുവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്, രസായന ചികിത്സ എന്ന് പറയും. അപ്പോൾ രസായനത്തിൻ്റെ നിർവചനം തന്നെ ഇങ്ങനെയാണ്: ദീർഘായുസ്സും വേണം, അതുപോലെ ബുദ്ധിയും സ്മൃതി മേധ ഇതൊക്കെ വർദ്ധിപ്പിക്കുകയും വേണം. ബുദ്ധി ഓർമ്മയൊക്കെ വർദ്ധിപ്പിക്കുകയും വേണം, ആയുസ് കൂടുതൽ നൽകുകയും ചെയ്യണം. അങ്ങനത്തെ ഔഷധങ്ങളെയാണ് രസായന ഔഷധങ്ങൾ എന്ന് വിളിക്കുന്നത്. വെറുതെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ആ ഔഷധത്തിൽ മാത്രം നമ്മൾ രസായന ഔഷധത്തിൽ ഉൾപ്പെടുത്താറില്ല. രസായന ഔഷധമായ ഔഷധം പറയുന്നത് ഇതൊക്കെയാണ്: ശംഖുപുഷ്പം, ബ്രഹ്മി, മുത്തള്, സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ ധാതുക്കളൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളായിട്ടാണ് ആയുർവേദം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരുപാട് ലേഹ്യങ്ങളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ബ്രാഹ്മരസായനം, ചവനപ്രകാശം, മണ്ഡുകവർണി രസായനം, പഞ്ചാരവിന്ദ രസായനം തുടങ്ങി പല ലേഹ്യങ്ങളൊക്കെ ഈ സമയത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബുദ്ധി ഓർമ്മയൊന്നും കുറയില്ല. ഇതാണ് നമുക്ക് ഡിമെൻഷ്യയ്ക്ക് പറയുന്ന ആയുർവേദത്തിൽ പറയുന്ന ഔഷധങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക, അതുപോലെ നല്ല ഉറക്കത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയെയും ഓർമ്മശക്തിയെയും സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, ഇതിന് യോജിച്ച മരുന്നുകൾ ഉപയോഗിക്കുക, അത്യാവശ്യം വ്യായാമം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറേയൊക്കെ ഈ അസുഖം പെട്ടെന്ന് വരുന്നതിന് നീട്ടിക്കൊണ്ടാകാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1/3 ആളുകൾക്കും കുറച്ച് പ്രായമാകുമ്പോഴേക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, ഇത് മാനസികമായിട്ടും സംഭവിക്കാറുണ്ട്, ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായിട്ടും സംഭവിക്കാറുണ്ട്. കാരണം മാനിയൊക്കെ ഉള്ള ആളുകൾക്കും ഈ ഓർമ്മശക്തി കുറയാറുണ്ട്. പക്ഷേ അവരോട് നമ്മൾ ഇപ്പോൾ പേരെന്താണ്, ഉദാഹരണം പറയുകയാണെങ്കിൽ പേരെന്താ ചോദിച്ചാൽ അവരത് ഒറ്റയടിക്ക് പറയും, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ ശ്രമിക്കുകയില്ല. അതേസമയം ഈ അൽഷിമേഴ്സ് രോഗം വന്ന ആളോട് നമ്മൾ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് സങ്കടം വരും, ചിലപ്പോൾ കരയാനൊക്കെ തുടങ്ങിയെന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഈ ശാരീരികമാണോ അല്ലെങ്കിൽ അൽഷിമേഴ്സ് കൊണ്ട് വന്നതാണോ അതല്ലെങ്കിൽ മാനസിക പ്രശ്നം കൊണ്ട് വന്നതാണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ഇതുപോലെ നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അവരെ നന്നായിട്ട് പരിചരിക്കുക. അപ്പോഴേ നമ്മൾ ഈ അസുഖത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ നമ്മൾ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരോട് തർക്കിക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇത് അവരുടെ അസുഖത്തെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മൾ തർക്കിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും, പിന്നെ അത് അവരുടെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ശരീരത്തിൻ്റെ ഒരവസ്ഥയായി കണ്ടുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നമസ്കാരം, താങ്ക് യു.